ഗിരിപ്രഭാഷണം ഒരു പഠനം. അധ്യായം 4. നീതിക്ക് വിശ്വസ്തത ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ഗിരിപ്രഭാഷണത്തിലെ 4-ാമത്തെ ഭാഗ്യവർണ്ണനയാണിത്. വിശപ്പും ദാഹവും ജീവൻ്റെ അടയാളവും ശാരീരിക വളർച്ചയ്ക്ക് ആവശ്യമായ 2 ഘടകങ്ങളുമാണ്. ചില രോഗങ്ങൾ വന്നാൽ വിശപ്പും ദാഹവും ക്രമേണ ഇല്ലാതാകുകയും ശരീരം ക്ഷീണിച്ച് മരണത്തിന് കീഴ്പ്പെടുകയും ചെയ്യുന്നു. എല്ലാവരും തങ്ങളുടെ വിശപ്പിനെയും ദാഹത്തെയും കുറിച്ച് ഉത്കണ്ഠയുള്ളവരാണ്. നീതിക്ക് വേണ്ടിയുള്ള വിശപ്പിനെയും ദാഹത്തെയും കുറിച്ചാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നീതി എന്ന പദം നിയമവ്യവസ്ഥയോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആദിമാതാപിതാക്കളായിരുന്ന ഹൗവ സാത്താനാൽ വഞ്ചിക്കപ്പെട്ടും ആദാം ദൈവിക നിയമം ലംഘിച്ചും ദൈവത്തോട് പാപം ചെയ്തു. ഇരുവരും ദൈവിക തേജസ് നഷ്ടപ്പെട്ട് നഗ്നരായി ആത്മീയ മരണത്തിനടിമകളായി ദൈവത്തിൽ നിന്ന് ഓടിയൊളിച്ചു. ഇപ്രകാരം ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. സൃഷ്ടികർത്താവായ ദൈവം തൻ്റെ സൃഷ്ടിയോട് കരുണ കാണിച്ചു. അവരുടെ വീണ്ടെടുപ്പിനായി സ്ത്രീയുടെ സന്തതിയെ വാഗ്ദത്തം ചെയ്തു. തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു, അവരുടെ നഗ്നതയെ മറച്ചു. അവർ ജീവവൃക്ഷഫലം പറിച്ചു നിന്ന് നിത്യനാശത്തിലേക്ക് പോകാതിരിക്കാൻ അവരെ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. ആദാം 930 സംവത്സരം ജീവിച്ചിരുന്നു. പിന്നെ അവൻ മരിച്ചു. കാലസമ്പൂർണതയിൽ ആദിയിൽ വചനമായിരുന്നവൻ ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. സ്ത്രീയുടെ സന്തതിയായി പിറന്ന ലോകരക്ഷിതാവിനും ശാരീരിക വിശപ്പും ക്ഷീണവും ദാഹവും ഉണ്ടായിരുന്നു. അവന് വിശന്നപ്പോൾ പരീക്ഷകൻ അടുക്കൽ വന്നു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം കൊണ്ട് തീരാത്ത ഒരു വിശപ്പ് മനുഷ്യർക്കുണ്ടെന്നാണ് കർത്താവ് പറഞ്ഞത്. മനുഷ്യൻ ശരീരം മാത്രമുള്ളവനല്ല, അവൻ ആത്മാവും പ്രാണനും ദേഹവും ഉള്ളവനാണ്. അപ്പം കൊണ്ട് തീരുന്നത് ശരീരത്തിൻ്റെ വിശപ്പാണ്. അപ്പം കൊണ്ട് തീരാത്തതാണ് ആത്മാവിൻ്റെ വിശപ്പ്, അത് ദൈവത്തിൻ്റെ നീതിക്ക് വേണ്ടിയുള്ള വിശപ്പാണ്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശുവിൻ്റെയും ശമരിയ സ്ത്രീയുടെയും സംഭാഷണം രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു അവളോട്, നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നറിഞ്ഞെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. നീ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായിത്തീരും എന്ന് പറഞ്ഞു. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. യേശു കൊടുക്കുന്ന ഈ ജീവജലത്തിന് വേണ്ടിയുള്ള ദാഹമാണ് ആത്മാവിൻ്റെ ദാഹം. തനിക്ക് ചുറ്റും കൂടി നിന്ന ജനത്തോട് യേശു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുന്നതിന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസമൊന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞു. കർത്താവ് നിർവഹിക്കാൻ പോകുന്ന ക്രൂശ് മരണത്തെ വിശ്വാസത്താൽ അംഗീകരിക്കുവാനുള്ള ആഹ്വാനമാണ് പ്രതീകാത്മകമായ കർത്താവ് അവരോട് പറഞ്ഞത്. ഈ വാക്ക് ഗ്രഹിച്ചവർ തന്നെ അനുഗമിച്ചു, അല്ലാത്തവർ കഠിന വാക്കെന്ന് പറഞ്ഞ് പിൻവാങ്ങിപ്പോയി. നീതിക്ക് വേണ്ടിയുള്ള വിശപ്പിനെക്കുറിച്ചും ദാഹത്തെക്കുറിച്ചും എല്ലാവരും ഉത്കണ്ഠയുള്ളവർ അല്ല. ഉത്കണ്ഠയുള്ളവരോ അനേകർ തെറ്റായ മാർഗം തിരഞ്ഞെടുക്കുന്നു. അവർ അപ്പമല്ലാത്തതിന് തങ്ങളുടെ ദ്രവ്യവും തൃപ്തി വരാത്തതിന് പ്രയത്നഫലവും ചെലവിടുന്നു. നീതിക്ക് വേണ്ടിയുള്ള വിശപ്പിനെയും ദാഹത്തെയും അവഗണിച്ച ഒരു മനുഷ്യനെക്കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. തൻ്റെ ജീവിതകാലത്ത് നീതിക്ക് വേണ്ടിയുള്ള തൻ്റെ വിശപ്പിനെയും ദാഹത്തെയും ശമിപ്പിക്കാതിരുന്ന അവൻ തൻ്റെ മരണശേഷം യാതനാ സ്ഥലത്ത് കിടന്ന് ഒരിറ്റു വെള്ളത്തിനു വേണ്ടി യാചിക്കുകയും തൻ്റെ ഉറ്റവരെ ഓർത്ത് വ്യാകുലപ്പെടുകയും ചെയ്യുന്നതായി കർത്താവ് പറഞ്ഞിരിക്കുന്നു. ഇഹലോക ജീവിതം ചുരുക്കവും മരണാനന്തര ജീവിതം അനശ്വരവുമാണ്. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ശരീരത്തിന് വിശപ്പും ദാഹവും ഉള്ളതുപോലെ ആത്മാവിനും വിശപ്പും ദാഹവുമുണ്ട്. മനുഷ്യർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കാൻ അന്വേഷിച്ചുകൊണ്ട്
ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെടുന്നില്ല. കർമ്മപ്രവൃത്തികളായ സ്വന്തം നീതിയല്ല, ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി ലഭിക്കാൻ നമുക്ക് വാഞ്ചിക്കാം. ഈ നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും.